നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ അറിഞ്ഞു വെക്കേണ്ട 3 കിടിലൻ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, മറ്റു ചിലത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. എന്തു തന്നെയായാലും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തു തന്നെയായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അത്രയും കിടിലൻ ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ അതിനായിട്ട് ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഫോട്ടോ എൻ്റെ ഗാലറിയിൽ സേവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഫോട്ടോസിൽ ലോങ് പ്രസ് ചെയ്യും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ഡൗൺലോഡ് ആവും. പക്ഷേ ഇതിൽ കാണിക്കുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്കിത് ഡൗൺലോഡായി കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് അതേ ക്ലാരിറ്റിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനായിട്ട് ഇവിടെ കോപ്പി ഇമേജ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ നോട്ട്സ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ കീപ്പ് നോട്ട്സ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ഇമേജ് കോപ്പി നമുക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ. അതല്ല, നിങ്ങൾക്ക് ഗാലറിയിലൊന്നും സേവ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്താൽ ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നിടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കീബോർഡ് ഇപ്പോൾ ഓപ്പൺ ആകുമല്ലോ. ഓപ്പൺ ആകുമ്പോൾ തന്നെ കീബോർഡിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഇമേജ് വന്ന് കിടക്കുന്നതായിട്ട്. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ബോർഡാണ് കീബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻബിൽട്ടായിട്ടുള്ള മൊബൈലിലുള്ള കീബോർഡിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ബോർഡിനെ കുറിച്ചുള്ള ഒരുപാട് എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ കാണാൻ സാധിക്കും. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് കോപ്പി ചെയ്തതിനാലും ഏറ്റവും മുകളിൽ ഇതുപോലെ വന്ന് കിടക്കും. ഇപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് ആ ഫോട്ടോ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ക്ലാരിറ്റി കുറയാതെ ഗൂഗിളിലുള്ള ഏത് ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാനും അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറാനും ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഗാലറിയിൽ സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ മൊബൈലിലെടുത്ത വീഡിയോസ് ഉണ്ടാകും, വാട്സപ്പിൽ വന്ന വീഡിയോസുകളൊക്കെ ഉണ്ടാകും. എന്നാൽ ചില വീഡിയോസുകളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഭംഗിയുള്ളതായിരിക്കില്ല. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം എന്ന് തോന്നിയാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിലൂടെ അത് ചെയ്യാൻ സാധിക്കും. നമുക്കതൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അൺസ്ക്രീൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അൺസ്ക്രീൻ എന്ന ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്. നമുക്കവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു പ്രീവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അപ്ലോഡ് ക്ലിപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ടാകും. ഇഷ്ടമുള്ള ഒരു വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് പ്രിപ്പയറിങ് അപ്ലോഡ് ആകുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് തന്നെ ഇവിടെ സേവ് ആകുന്നതിൻ്റെ ചെറിയൊരു പ്രീവ്യൂ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്ക്ഗ്രൗണ്ട് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ഇവർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ മാത്രമേ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രീ ആയിട്ടുള്ളൂ. ഇനി വലിയൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതല്ലാതെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നമുക്കിതിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇവർ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രീവ്യൂ. ഇതുപോലെ നമുക്ക് ഏത് വീഡിയോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സൈറ്റിലൂടെ സിമ്പിളായിട്ട് മാറ്റാൻ സാധിക്കും. ഇനി അടുത്ത ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പരിചയപ്പെട്ടത് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതാണ്. എന്നാൽ നമുക്ക് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ മാറ്റണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ ഗൂഗിൾ ക്രോമിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റിമൂവ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സൈറ്റ് ഓപ്പൺ ആകും. അപ്ലോഡ് ഇമേജ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തിട്ട് ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്ത ഉടനെ തന്നെ അത് അപ്ലോഡായി ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുമുണ്ട്. നമുക്ക് ഗാലറിയിൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇതിൽപ്പെട്ട ഏതെങ്കിലും അറിവ് നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത അവസരത്തിൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.